ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആർട്ടിസ്റ്റ് സിരാജ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫ്രീ ഹാൻഡ് ആയിട്ട് എങ്ങനെ ഒരു ഇമേജ് സ്കെച്ച് ചെയ്യാം, നമുക്കൊരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് എളുപ്പത്തിൽ വരയ്ക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് DQവിൻ്റെ ഈ ഒരു ഇമേജാണ്. 300 GSMൻ്റെ ഐവറി ചാർട്ടിൻ്റെ ഒരു ചെറിയ പീസാണ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ, സ്റ്റെഡ്ലറിൻ്റെ ഒരു പെൻസിലും. ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു സൈസൊക്കെ എത്ര വേണമെന്ന് മനസ്സിലൊരു കാൽക്കുലേഷൻ വേണം. ഏകദേശം ഏത് വലുപ്പത്തിലാണ് നമ്മൾ വരയ്ക്കുന്നതെന്നൊക്കെ ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കണം. ഇപ്പോൾ ഈ ഒരു ഇമേജ് വരയ്ക്കുമ്പോൾ ഇതൊന്ന് നമ്മൾ ഏതൊരു ചിത്രം വരയ്ക്കുമ്പോഴും ശരിക്കും സൂക്ഷിച്ച് നോക്കുക. ഇതിൽ തല അല്പം ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ ഏറ്റവും ടോപ്പിൽ ഹെയറൊക്കെ വരുന്നത് സ്ട്രൈറ്റ് ആയിട്ടാണ്. ഒരേ ലൈന് ഒരു 4 ലൈന് ആദ്യം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ അല്പം ചെരിച്ചിട്ട്, സ്ട്രൈറ്റ് അല്ലാതെ കുറച്ച് ചെരിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം പിന്നെ അതിൻ്റെ താഴെയായിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കുക. ഈ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു വലിപ്പമൊക്കെ വരുന്നത് ടോട്ടൽ. അപ്പോൾ ഈ രണ്ടാമത്തെ ലൈന് എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരയ്ക്കുന്നത് അതിനനുസരിച്ചാണ് ഇമേജിൻ്റെ വലിപ്പം കൂടുന്നത്. അപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ ഏകദേശം നമ്മളൊരു കാൽക്കുലേഷൻ വെക്കുക, എത്ര വലുപ്പത്തിലാണ്. ഇതിപ്പോൾ ഒരു A4 സൈസിൽ, A4 ഇല്ല, ഒരു A5, A4ൻ്റെ പകുതി, ആ ഒരു സൈസിലുള്ള ഇമേജാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലൈൻ വരച്ചു. മൂന്നാമത്തെ ലൈൻ നമ്മൾ മുകളിലാണ് വരയ്ക്കുന്നത്. അത് ഈ രണ്ടാമത്തെ ലൈനിൻ്റെ അതേ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വേണം മുകളിൽ വരയ്ക്കാം. അപ്പോൾ സെൻറ്ററിൽ വരുന്ന ലൈനിലാണ് ഈ ഐബ്രോ വരിക. അതിൻ്റെ മുകളിൽ വരുന്നത് ഈ മുടിയുടെ ഭാഗം, നെറ്റിയിൽ മുടി ടച്ചായി നിൽക്കുന്ന ആ ഒരു ഭാഗം വരുന്നത്. പിന്നെ ഏറ്റവും താഴെ വരുന്ന ലൈനിൽ ലിപ്പിൻ്റെയൊക്കെ ഭാഗം വരുന്നില്ലേ, സോറി, ലിപ്പല്ല, ഇതിൽ പിന്നെ രണ്ടാമത്തെ ലൈനിൽ താഴെ വരുന്നത് മൂക്കിൻ്റെ ഭാഗമാണ്. സെൻട്രൽ ലൈന് ഐബ്രോ, മുകളിൽ നെറ്റിയുടെ മുടിയുടെ ഭാഗം, അതിന് താഴെ വരുന്നതിൽ മൂക്കിൻ്റെ ഭാഗം, അതിൻ്റെ താഴെ വരുന്നത് ലിപ്പല്ല, താടിയുടെ ഭാഗമാണ് വരിക. പക്ഷേ ഓരോ ആളുകൾക്കും ഈ താടിയുടെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും. ചിലർ താടി നീണ്ടിട്ടായിരിക്കും, ചിലത് അത്ര ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യാം. ഇതിൽ DQവിൻ്റെ താടി അല്പം കൂടുതലാണ്. DQവിന് പൊതുവെ താടി കുറച്ച് താഴോട്ടേക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ താഴെ, അതിൻ്റെ താഴെ ഒരു ലൈൻ ഞാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ശരിക്കും താടിയുടെ ഒരു സൈസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനിയിപ്പോൾ കണ്ണൊക്കെ എവിടെ വരയ്ക്കണം എന്നുള്ളത് നമുക്ക് ഏകദേശം നമ്മൾ ഒരളവ് വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്കൊരു ലൈന് വരച്ച് വയ്ക്കാം. സെൻറ്ററിലൂടെ അത് കണ്ണിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പുകൾ നീങ്ങിപ്പോകാതെ, മൂക്ക്, ചുണ്ടൊക്കെ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളൊരു പൊസിഷൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിലൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് വയ്ക്കാം. അപ്പോൾ ഇതിനൊക്കെ വേണമെങ്കിൽ സ്കെയിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ സ്കെയിലൊക്കെ ഉപയോഗിക്കാതെ വരച്ച് പഠിക്കുന്നതാണ് നല്ലത്. എങ്കിലും നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ സ്കെയിലൊക്കെ വെച്ച് ഒരു ട്രേസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിപ്പോകും. ഇനി നമുക്ക് കണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കൺപോളയൊക്കെ വരച്ച് ഔട്ട്ലൈൻ ഇടാം. ഏകദേശം നമ്മൾ ലൈനൊക്കെ വെച്ചല്ലോ. ഇനിയാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കണ്ണിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ടറൊക്കെ വരച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു ഇമേജിലേക്ക് ആ ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്യാൻ എളുപ്പം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് വരയ്ക്കുന്നത്. ഞാൻ കൂടുതലും കണ്ണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം ഒരു ഇമേജിൽ, ഒരു പോർട്രേറ്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു കണ്ണിലേക്കാണ് കൂടുതലും ഫോക്കസ് വരിക. അപ്പോൾ കണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കണ്ണ് വരയ്ക്കുന്നത് നമ്മൾ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചിരുന്നല്ലോ, ഫസ്റ്റ് ലൈൻ വരച്ചില്ലേ, അതിൻ്റെ കുറച്ച് താഴെയായിട്ടാണ്. കാരണം ആ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഐബ്രോ വരുന്നത്. അപ്പോൾ ഐബ്രോയുടെ താഴെയായിട്ട് വേണം വരയ്ക്കാൻ. പിന്നെ ആ ഒരു ഗ്യാപ്പ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു കണ്ണ് വരച്ചു. ഇനി രണ്ടാമത്തെ കണ്ണ് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ്. അപ്പോൾ രണ്ടാമത്തെ കണ്ണിൻ്റെ അളവ് എങ്ങനെയാണുള്ളത് എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഫോട്ടോയിലേക്ക്, റെഫറൻസ് പിക്കിലേക്ക് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. ഓരോ പോയിൻറ്റും പെൻസിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക എവിടെയാണ് വെക്കേണ്ടത്, കറക്റ്റാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഇതേപോലുള്ള ഫ്രീ ഹാൻഡായിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കാൻ. രണ്ട് കണ്ണുകൾക്കിടയിൽ വരുന്ന ഗ്യാപ്പ് ഒരു കണ്ണിൻ്റെ വലിപ്പമായിരിക്കും ഏകദേശം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം രണ്ടാമത്തെ കണ്ണ് വരയ്ക്കാൻ. അപ്പോൾ ഇമേജിൽ നോക്കുമ്പോൾ, ഫോട്ടോയിൽ നോക്കുമ്പോൾ ശരിക്കും അത്ര ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വരച്ചിരിക്കുന്ന കണ്ണിൻ്റെ ഗ്യാപ്പ് അതിൻ്റെ സെൻറ്ററിൽ വരും. രണ്ട് കണ്ണുകൾക്കിടയിൽ ഒരു കണ്ണിൻ്റെ ഗ്യാപ്പ് എന്തായാലും വരും. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ വരച്ച് പഠിക്കുക.
നമുക്ക് മൂക്കാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ രണ്ടാമത്തെ ലൈന് വരച്ചല്ലോ താഴേക്ക്, അപ്പോൾ അവിടെ നമുക്ക് മൂക്ക് എവിടെ വരും എന്നുള്ളതിൻ്റെ ഒരു മൂക്കിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മൂക്കിൻ്റെ വിഡ്ത്താണ്, വീതി എത്രയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ണിനെ നോക്കുക, മുകളിൽ വരച്ചിരിക്കുന്ന കണ്ണിൽ നിന്നും എവിടെയാണ് മൂക്കിൻ്റെ രണ്ട് സൈഡും അവസാനിക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം മൂക്ക് വരയ്ക്കാൻ. അപ്പോൾ താഴേക്കുള്ള ലെങ്ത്ത് വീതിയും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും ഭാഗം നമുക്കിപ്പോൾ ഏകദേശം കറക്റ്റ് കിട്ടി, കണ്ണ് മൂക്കൊക്കെ. ഇനി ഓരോ പോയിൻറ്റും ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. ഇവിടെ നിന്നും അടുത്ത ഭാഗത്തേക്ക് എത്ര ലെങ്ത്ത്, എത്ര ഗ്യാപ്പ് വരുന്നുണ്ട് എന്ന് സൂക്ഷിച്ച് നോക്കി വളരെ സമയമെടുത്ത് വളരെ പതുക്കെ വരച്ചാൽ നിങ്ങൾക്കും ഈ ഒരു മെത്തേഡിലൂടെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഐബ്രോ വരച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐബ്രോ എന്തായാലും ഉള്ളിലുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കാണും. ഇപ്പോൾ ഇമേജ് ചെറുതായിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവായിട്ടാണ്. ശരിക്കും സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഐബ്രോ ഒക്കെ ശരിക്കും ഉണ്ട്. പിന്നെ സൺഗ്ലാസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റൗണ്ട് ഷേപ്പല്ല. നമുക്ക് റൗണ്ട് ഷേപ്പുള്ള ഗ്ലാസ് വരയ്ക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇതൊരു വേറൊരു രീതിയിലാണ്. അപ്പോൾ ഇത് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത്, ആദ്യം അതിൻ്റെ എളുപ്പമുള്ള ഭാഗം വരയ്ക്കുക. ഈ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനാണ് നെറ്റിയുടെ ഭാഗത്ത്, അതായത് ഐബ്രോയുടെ മുകളിൽ കൂടെ പോകുന്ന ലൈന് വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ളതാണ്. അത് വരച്ചതിന് ശേഷം പിന്നെ താഴേക്കുള്ള അതിൻ്റെ ഗ്യാപ്പുകൾ നോക്കുക. കണ്ണിൽ നിന്നും മൂക്കിൻ്റെ എവിടേക്കാണ് ഇത് അവസാനിക്കുന്നത് അവിടെ നിന്നും ജോയിൻ്റ് ആക്കിയിട്ട് വരയ്ക്കുക. അതായത് ഒറ്റ രീതിയിൽ റൗണ്ടിൽ വരച്ചെടുക്കാതെ പിന്നെ ഓരോ ഭാഗം നോക്കുക. മൂക്കിൻ്റെ ഏത് ഭാഗത്താണ് ഗ്ലാസിൻ്റെ ലൈന് കടന്നു പോകുന്നത് നോക്കുക. അതുപോലെ നെറ്റിയിലൂടെ പുരികത്തിൻ്റെ ആ ഭാഗത്ത് ഏതിലേക്കാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ഓരോ പോയിൻ്റ് നോക്കിയിട്ട് വേണം ഗ്ലാസ് വരയ്ക്കാൻ. അല്ലാതെ 2 റൗണ്ട് വരച്ചിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഐബോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഐബോൾ ഏത് ഭാഗത്താണെന്നൊക്കെ ഉള്ളത് നോക്കുക. ഇതിൽ നോക്കുക റൈറ്റ് സൈഡിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐബോൾ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഐബോളാണ് കണ്ണിൻ്റെ ഓരോ ഭാഗത്തേക്കുള്ള നോട്ടം, ഏത് ദിശയിലേക്കാണ് നോക്കുന്നതെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ഞാൻ കണ്ണ് വരയ്ക്കുമ്പോൾ തന്നെ ഐബോളും വരച്ചിട്ടുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചുണ്ട്, പല്ലൊക്കെ വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ചുണ്ടാണ്. അപ്പോൾ ചുണ്ട് എവിടെ വരയ്ക്കണം, ആ ഭാഗം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇത് ഇത്രയും നേരം വരച്ച ഇത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ആ ഭാഗം വരയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 2 ലൈനുണ്ട് നേരത്തെ കൊടുത്ത്, അതിൻ്റെ സെൻട്രലായിട്ടാണ് ലിപ്പിൻ്റെ പോർഷൻ വരുന്നത്. നമ്മൾ മൂക്ക് വരച്ചു, മൂക്കിൻ്റെ താഴെ താടിയുടെ ലൈൻ വരുന്നു. അപ്പോൾ അതിൻ്റെ 2ൻ്റെ സെൻറ്ററിൽ വേണം നമ്മൾ ചുണ്ട് വരയ്ക്കാൻ. ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ചുണ്ടിൻ്റെ ആ ഒരു വലിപ്പം അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു റൗണ്ട് വരച്ചു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി വരയ്ക്കുന്നത്. ഓരോ തവണ വരയ്ക്കുമ്പോഴും വളരെയധികം സൂക്ഷിച്ച് നോക്കുക റഫറൻസ് പിക്കിലേക്ക് കറക്റ്റാണോ എന്നുള്ളത്. അങ്ങനെ കൊടുക്കുക. ഇതിലിപ്പോൾ ചുണ്ടിൻ്റെ ഗ്യാപ്പ് മനസ്സിലാക്കാൻ നേരത്തെ നമ്മൾ മൂക്ക് വരച്ചതുപോലെ തന്നെ മൂക്കിൽ നിന്ന് താഴേക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കുക. മൂക്കിൻ്റെ ഏത് ഭാഗത്താണ് ചുണ്ടിൻ്റെ വീതി വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് വരയ്ക്കുക. അപ്പോൾ സൂക്ഷ്മത നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വരച്ചാൽ കറക്റ്റായിരിക്കും. പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി കാണിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെ പതുക്കെ തുടങ്ങി പിന്നെ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി സ്പീഡായിട്ട് വരും. ഫസ്റ്റ് ഇമേജ് വരയ്ക്കുമ്പോൾ വളരെയധികം ക്ഷമയോടുകൂടി വരയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ ടൈം നോക്കുക വേണ്ട, അത് കറക്റ്റാക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരിക്കലും നടക്കില്ല. ഇപ്പോൾ നമ്മൾ കണ്ണ്, മൂക്ക്, ചുണ്ട് ഒക്കെ ഏകദേശം വരച്ചു. ഇപ്പോഴും ആ ഒരു DQയുടെ ആ ഒരു സ്റ്റൈല് വന്നിട്ടില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ദുൽഖറാണെന്ന് ആരും പറയില്ല. ഇനി ഹെയർ വരയ്ക്കണം. ആ ഒരു ഹെയർ വരയ്ക്കുന്നതോടുകൂടി ഈ ഒരു ക്യാരക്ടറിൻ്റെ ഈ ഒരു ക്യാരക്ടറായി മാറുകയാണ്. ഇപ്പോൾ ഇത്രയും നേരം കണ്ണ്, മൂക്കൊക്കെ വരച്ച് വെച്ചിട്ട്, പക്ഷേ ഈ ഒരു ഹെയർ വരുന്നതിലൂടെയാണ് ദുൽഖറാണ് അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ, അതായത് ലക്കി ഭാസ്കറിലെ ഒരു ക്യാരക്ടറാണ് ആ ഒരു ഹെയർ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ഹെയർ വരയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഫസ്റ്റ് ലൈനിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ തന്നെ അതേപോലെ തന്നെ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് ഈ സർക്കിൾ അല്ലെങ്കിൽ ലൈന് ഇതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ കറക്റ്റായിരിക്കും. നമ്മൾ ഇമേജിലുള്ള അതേപോലെ ഇങ്ങനെ വരച്ച്, അതായത് എഴുതുന്ന പോലെ വരയ്ക്കാൻ നോക്കിയാൽ എപ്പോഴും ഔട്ട്ലൈൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്.
നമ്മൾ പിന്നെ സർക്കിള് ലൈനൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലാണ് ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതായത് നമ്മൾ ഈ ഇമേജിൽ ആദ്യം കാണുന്ന ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് ലൈനാണെങ്കിൽ ആ ഒരു രീതിയിൽ വരച്ചാൽ പിന്നീട് നമുക്ക് മുടിയുടെ ഇടയിലുള്ള ചുളിവുകളൊക്കെ വരച്ച് കൊണ്ടുവരാം, മുടി ഇഴകളൊക്കെ വരയ്ക്കാം. മുടിയുടെ ഷേപ്പ് എങ്ങനെയാണെന്ന് ആദ്യം ഒരു ലൈനായിട്ടൊക്കെ വരച്ച് ആ ഒരു ലൈനും സർക്കിളൊക്കെ ആയിട്ട് അങ്ങനെ വരയ്ക്കാം. മുടിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, ബാക്കി ഈ താടിയുടെ ഷേപ്പൊക്കെ വരയ്ക്കുമ്പോൾ ആ രീതിയിൽ ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ആ ഒരു കൃത്യമായിട്ടുള്ള ചെരിവ് എങ്ങനെയാണോ ആ ചെരിച്ചിട്ട് തന്നെ ലൈൻ വരയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന മുടിയകളൊക്കെ ഡീറ്റെയിൽഡായിട്ട് വരച്ചാൽ മതി. ഫസ്റ്റ് കാണുന്ന ആ ഒരു ഷേപ്പ് എങ്ങനെയാണോ അത് നമ്മൾ ആദ്യം ഒരു സ്കെച്ച് ചെയ്ത് വയ്ക്കുക. ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ലൈൻസൊക്കെ കൊണ്ടുവരാം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. അതിനുശേഷം വേണമെങ്കിൽ നമുക്കിത് മായ്ച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ വരയ്ക്കാം. കാരണം ഇതിങ്ങനെ തന്നെ വെക്കുകയൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മായ്ച്ചിട്ട് വളരെ ലൈറ്റായിട്ട് എങ്ങനെയാണ് കാണുക ആ രീതിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ബാക്കി വരുന്ന ഓരോ ഭാഗങ്ങളും ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോന്നും നോക്കിയിട്ട് വരയ്ക്കുക. അതായത് കണ്ണടയിൽ നിന്നും മുടിയിലേക്കുള്ള ദൂരം, ഈ കൃതാവിൻ്റെ ആ ഭാഗത്തേക്കുള്ള ദൂരം, മൂക്കിൽ നിന്ന് എത്രയുണ്ട്, ആ ഒരു ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വരയ്ക്കുക. ഓരോ പോയിന്റിലും നമ്മൾ പെൻസിൽ വെക്കുമ്പോൾ ഒന്നുകൂടെ ഉറപ്പ് വരുത്തുക. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് വരച്ചിട്ട് ഒന്നുകൂടെ നോക്കുക ഇത് ഏകദേശം അവിടെ തന്നെയാണോ, എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, അടുത്തു നിന്നും ദൂരെ നിന്നും നോക്കുക. എന്നിട്ട് മനസ്സിലായതിന് ശേഷം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വരച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ ഏകദേശം DQയുടെ ആ ഒരു ഔട്ട്ലൈൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം ഔട്ട്ലൈൻ വരയ്ക്കാൻ. ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്ന് പറയുന്നില്ല കേട്ടോ, ഈ ഒരു സ്റ്റൈലിലാണ് ഞാൻ വരയ്ക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ആ ലൈൻസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തെറ്റാതെ, അതായത് മെഷർമെൻ്റ് ഒന്നും മാറിപ്പോവാതെ, പൊസിഷൻസ് മാറാതെ കണ്ണിൻ്റെ മൂക്കിൻ്റെയൊക്കെ അളവ് കറക്റ്റാക്കിയിട്ട് വരയ്ക്കാൻ പറ്റും. കൂടുതൽ ആളുകൾക്കും കണ്ടുവരുന്നത് കണ്ണ്, മൂക്ക്, പുരിക ഇതൊക്കെ തെറ്റിപ്പോകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഈ ഒരു ദുൽഖറിൻ്റെ ഇമേജ് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് ഏകദേശം ക്യാരക്ടർ ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്, തിരക്ക് കാരണം റീപ്ലൈ തരാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാനുള്ള കാരണം ഒരാൾ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ലക്കി ഭാസ്കറിലെ ദുൽഖറിൻ്റെ ഇമേജ് വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇമേജ് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വരച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.